അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും റാഹത്താണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇന്ന് എടുക്കാനുള്ള പാഠം നജ്ജാഷിയു വളുയൂഫുഹു, നജ്ജാഷി രാജാവും അദ്ദേഹത്തിൻ്റെ അതിഥികളും. അപ്പോൾ ഈ പാഠത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40-ാം വയസ്സിൽ നുബുവത്ത് ലഭിച്ചു അല്ലേ. അപ്പോൾ നുബുവത്തൊക്കെ ലഭിച്ചു, ഇസ്ലാമെ ആകെ പരന്നു. അപ്പോൾ മക്കയിലെ കാഫിര്യങ്ങൾ എന്തായി, മുസ്ലിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. മുസ്ലിങ്ങൾക്ക് മക്കയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അത്രയും രീതിയിൽ മുസ്ലിങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയും പ്രയാസപ്പെടുത്തുകയൊക്കെ കാഫിര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ മുസ്ലിങ്ങൾ നബിതങ്ങളോട് പരാതി പറഞ്ഞു, മക്കയിൽ നിൽക്കാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവരോട് ഇങ്ങനെ ഹബിഷയിൽ നജ്ജാഷി എന്നൊരു രാജാവുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയാൽ ഒരിക്കലും നിങ്ങളെ മറ്റാരും ആക്രമിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് മുസ്ലിങ്ങളെ പറഞ്ഞയക്കുകയാണ്. ആ പോയ ഹിജ്റ ഇസ്ലാമിലെ ആദ്യ ഹിജ്റയായിട്ട് പരിഗണിക്കപ്പെടും. രഹസ്യമായി പോയ ഹിജ്റയാണ് ഹബിഷയിലേക്കുള്ള ഹിജ്റ. അതാണ് ഇസ്ലാമിലെ ആദ്യ ഹിജ്റ. നാമെല്ലാം അറിയുന്ന ഹിജ്റ എന്ന് പറഞ്ഞാൽ മദീനയിലേക്ക് പോയ ഹിജ്റയാണ്. ഇസ്ലാമിലെ ആദ്യ ഹിജ്റ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹബിഷയിലേക്ക് പോയ ഹിജ്റയാകുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് തുടങ്ങാം. ലമ്മ റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോൾ എന്താ കണ്ടത്? മാ യുസീബു അസ്ഹാബഹു, തൻ്റെ അസ്ഹാബിങ്ങൾക്ക്, തൻ്റെ കൂട്ടുകാർ ഒപ്പമുള്ള ജനങ്ങൾക്ക് എത്തുന്നതായ കാര്യങ്ങൾ. എന്ത്? മിനൽ ബലായി, വിപത്തുകൾ, അതുപോലെ പ്രയാസങ്ങൾ അല്ലേ. നിങ്ങൾക്ക് ധാരാളം പ്രയാസങ്ങൾ ഏൽക്കുന്നുണ്ട് കാഫിര്യങ്ങളുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഇതെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോൾ പിന്നെ എന്തും കണ്ടു. അന്നഹു ലാ യഖ്ദിറു, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിക്കുകയുമില്ല. എന്ത്? അല അൻ യംനഅഹും, അവരെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ തടയാൻ. എന്തിൽ നിന്നും? മിമ്മ അസാബഹും, അവർ പ്രയാസപ്പെടുന്നതായ കാര്യങ്ങളിൽ നിന്നും തടയാൻ അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിയുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അല്ലെങ്കിൽ കണ്ടപ്പോൾ കാലഹും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട്, തൻ്റെ അസ്ഹാബുകളോട് പറഞ്ഞു, ലൗ ഖറജ്തും, നിങ്ങൾ പുറപ്പെടുകയാണെങ്കിൽ. എവിടേക്ക്? ഇല അർദിൽ ഹബശ, ഹബശ എന്നൊരു നാടുണ്ട്, അവിടേക്ക് നിങ്ങൾ പുറപ്പെടുകയാണെങ്കിൽ. ഫ ഇന്ന ബിഹ മലിക്കൻ, ആ നാട്ടിൽ തീർച്ചയായും ആ നാട്ടിൽ മലിക്കൻ, ഒരു രാജാവുണ്ട്. ലാ യുദ്ലമു ഇൻദഹു, അദ്ദേഹത്തിൻ്റെ അടുത്ത് അഹദുൻ, ഒരാളെന്താവുകയില്ല, ആക്രമിക്കപ്പെടുകയില്ല. അതായത് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നാൽ അവരെ പിന്നെ ആരും എന്താകില്ല, ഒരിക്കലും ആക്രമിക്കുകയില്ല. അങ്ങനത്തെ ഒരു രാജാവ് ഹബിഷയിലുണ്ട്. അത് വഹിയ അർദു സിദ്ദിഖിൻ, അതെന്താണ്? സത്യസന്ധതയുടെ നാടാണ്, വിശ്വസ്തതയുടെ നാടാണ്. ഹത്താ യജഅലുല്ലാഹു, അല്ലാഹു തആല നിങ്ങൾക്കുണ്ടാക്കുന്നത് വരെ, ഫറജൻ, എന്ത്? നിങ്ങൾക്കൊരു ആശ്വാസം, മിമ്മ അൻതും ഫിഹി, നിങ്ങൾ എന്തിലാണോ ഉള്ളത്, എന്തിലാണ് അവർ ഉള്ളത്? പ്രയാസത്തിലാണല്ലേ. അപ്പോൾ ആ പ്രയാസത്തിൽ നിന്നും നിങ്ങൾക്ക് അല്ലാഹു തആല ആശ്വാസം നൽകുന്നത് വരെ നിങ്ങൾ എവിടെ പോകണം? ആ ഹബിഷയിൽ നിൽക്കണം എന്ന് അവരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഫഖറജ ഇൻദ ദാലിക, ആ സമയത്ത് പുറപ്പെട്ടു അൽ മുസ്ലിമൂന മിൻ ഹസാബി റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളിൽപ്പെട്ട മുസ്ലിങ്ങൾ എന്തായി? പുറപ്പെട്ടു. ഇല അർദിൽ ഹബശ, ഹബശ എന്ന നാട്ടിലേക്ക് എന്തായി? അവർ പുറപ്പെട്ടു. എന്തിനാ പുറപ്പെട്ടത്? മഖാഫത്തുൽ ഫിത്നതി, ഫിത്ന പേടിച്ചുകൊണ്ടാണ് പുറപ്പെട്ടത്. അതുപോലെ വഫിറാറൻ ഇലല്ലാഹി ബിദീനിഹിം, വഫിറാറൻ പേടിച്ചോടിക്കൊണ്ടും, ഇലല്ലാഹി അല്ലാഹുവിലേക്ക്, ബിദീനിഹിം അവരുടെ ദീന് കൊണ്ട്, ദീനായ ഇസ്ലാം കൊണ്ട് അല്ലേ. കാഫിര്യങ്ങളിൽ നിന്നും പേടിച്ചോടിക്കൊണ്ടാണ് അവർ ഹിജ്റ പോയത്. ഫകാനത്ത്, അപ്പോൾ അതായിരുന്നു അവ്വല ഹിജ്റത്തിൻ, ആദ്യത്തെ ഹിജ്റ ഫിൽ ഇസ്ലാമി, ഇസ്ലാമിലെ ആദ്യ ഹിജ്റയാണ് ഹബശയിലേക്കുള്ള മുസ്ലിങ്ങളുടെ ഹിജ്റ. ഇനി എപ്പോഴേക്കാണ് പുറപ്പെട്ടത് എന്ന് പറയാം കേട്ടോ. വഫി റജബിൻ, റജബ് മാസം, സനത്ത ഹംസിൻ മിൻ നുബുവ, നുബുവത്ത് കിട്ടിയതിന് ശേഷം 5-ാം വർഷം. തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയത് 40 അല്ലേ. അപ്പോൾ 40-ാം വയസ്സ്. അപ്പോൾ തങ്ങളുടെ 45-ാം വയസ്സാണ് അവർ ഹിജ്റ പോയതില്ലേ. അപ്പോൾ നുബുവത്ത് കിട്ടിയതിന് ശേഷം 5-ാം വർഷം റജബിൽ ഹാജറ ഔവ്വലു ജമാഅത്തിൻ മിന സ്വഹാബത്തി, സ്വഹാബാക്കളിൽപ്പെട്ട ആദ്യ സംഘം ഹിജ്റ പോയി. ഇലൽ ഹബശത്തി, ഹബശയിലേക്ക്. കാനത്ത് ഹാദിഹിൽ ജമാഅത്തു, ആ സംഘം ആളുകളായിരുന്നു. തതകവ്വനു, അവർ രൂപപ്പെടുന്നു. മിൻ 12 റജുലൻ, 12 പുരുഷന്മാരും, വ 4 നിസ്വത്തിൻ, 4 സ്ത്രീകളും, മൊത്തം 16
ആളുകൾ അടങ്ങിയ സംഘമായിരുന്നു ആദ്യ ഹിജ്റ പോയത്. വക്കാനമാഹും അവരോട് കൂടെ ഉണ്ടായിരുന്നു ആരൊക്കെ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അമാഹു അദ്ദേഹത്തോട് കൂടെ ആരുണ്ടായിരുന്നു? സൗജത്തുഹു റുഖയ്യ ബിൻത് റസൂൽ, റസൂലിൻ്റെ മകളായ റുഖയ്യ ബിയും, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭാര്യയാണ് റുഖയ്യ ബിയും അദ്ദേഹത്തോട് കൂടെ ഹിജ്റയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ തസല്ലൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ എന്തായി? ഒളിഞ്ഞുകൊണ്ട് പോയി. ഈ കള്ളന്മാരൊക്കെ രാത്രി വീട്ടിൽ കയറൂലേ, അങ്ങനെ ഉപയോഗിക്കുന്ന വാക്കാണ് അറബിയിൽ തസല്ലല. ഒളിച്ചു പോകാൻ കഴിയില്ലേ, ഒളിഞ്ഞു പോവുക. അങ്ങനെ മുസ്ലിങ്ങളെന്തായി? ഒളിഞ്ഞുകൊണ്ട് പോയി. എവിടേക്ക് പോയി? ഇല സാഹിൽ ബഹർ, കടൽ തീരത്തേക്ക് എന്തായി? അവരിങ്ങനെ ഒളിഞ്ഞു പോയി. ഫവജദു, അവർ എത്തിച്ചു സഫീനത്തൈനി രണ്ട് കപ്പലുകൾ എത്തിച്ചു. എങ്ങനത്തെ രണ്ട് കപ്പലുകളാണ്? മുത്തജിഹത്തൈനി, അത് രണ്ടും പോകുന്നു. എവിടേക്ക്? ഇലൽ ഹബശത്തി, ഹബശയിലേക്ക് പോകുന്ന രണ്ട് കപ്പലുകൾ അവർ എത്തിച്ചു. ഫസ്തഅ്ജറൂഹുമ, അവർ മുസ്ലിങ്ങൾ ആ രണ്ട് കപ്പലിലും വാടക തേടി, അതായത് കൊണ്ടുപോകാൻ അവർക്ക് പൈസ കൊടുത്ത് കൂലി കൊടുത്തു. അങ്ങനെ വന്തലഖത്ത് ബിഹിം, ആ കപ്പൽ അവരെ കൊണ്ടുപോയി. അസഫീനത്താനി, അവരെ കൊണ്ട് രണ്ട് കപ്പലും ഹബശയിലേക്ക് കൊണ്ടുപോയി. വതബിഅതുഹും, അവരോട് പിന്തുടർന്നു. അങ്ങനെ ഇവർ പോയി എന്നറിഞ്ഞപ്പോൾ അവരോട് പിന്തുടർന്നു. ജമാഅത്തു മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽ നിന്നുള്ളൊരു സംഘം അവരെയും മുസ്ലിങ്ങളെ പിന്തുടർന്നു പോയി. അവരെ കൊല്ലാൻ വേണ്ടിയിട്ടുണ്ടായി പിന്തുടർന്നു പോയി. പക്ഷേ ഫലം യുഫ്ലിഹു, അവരെന്താക്കിയ കാഫിരീങ്ങൾ വിജയിച്ചില്ല. ഫില്ലിഹാക്കി ബിഹിം, അവരോട് ചേരാൻ എന്തായില്ല. അപ്പോഴത്തേനെന്തായി? കപ്പലെടുത്തിരുന്നു. മുസ്ലിങ്ങളെ പിടിക്കാൻ കാഫിരീങ്ങൾക്ക് സാധിച്ചില്ല. വലമ്മ സമയൽ മുഹാജിറൂന, മുഹാജിരീങ്ങൾ കേട്ടപ്പോൾ എന്താ കേട്ടത്? ബി അന്ന ഖുറൈശികൾ എന്തായിട്ടുണ്ട്? അസ്ലമത്ത്, മുസ്ലിങ്ങളായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവർ ഹബശയിലേക്ക് എത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത വന്നു. അതായത് മക്കയിലുള്ള കാഫിര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ട്? മുസ്ലിം ആയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരും എന്നുള്ളൊരു വാർത്ത കേട്ടു. പക്ഷേ ആ വാർത്ത എന്തായിരുന്നു? ശരിക്കും കള്ളമായിരുന്നു. പക്ഷെ ഇത് ആരറിഞ്ഞിട്ടില്ല? മുസ്ലിങ്ങൾ അറിഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അറിഞ്ഞത്. അപ്പോൾ അതാണ് വിശദീകരിക്കുന്നത്. വലമ്മാ സമയം മുഹാജിരീങ്ങൾ കേട്ടപ്പോൾ, ഹബശയിലെ മുഹാജിരീങ്ങൾ കേട്ടപ്പോൾ ബി അന്ന ഖുറൈശികൾ എന്തായിട്ടുണ്ട്? അസ്ലമത്ത്, അവർ മുസ്ലിം ആയിട്ടുണ്ട്. അങ്ങനെ കേട്ടപ്പോൾ റജഊ, അവർ മടങ്ങി. എവിടുന്ന്? ഹബശയിൽ നിന്ന് മടങ്ങി. എവിടേക്ക്? ഇലാ മക്കത്ത, മക്കയിലേക്ക്. ഫി ഷവ്വാൽ മിനൽ ആമി നഫ്സിഹി, ആ വർഷം തന്നെ. മിൻ ആമി നഫ്സിഹി പറഞ്ഞാൽ ആ വർഷം തന്നെ ആ വർഷം തന്നെ ഷവ്വാലിൽ അവർ മക്കയിലേക്ക് മടങ്ങി. പക്ഷേ ലമ്മ തബയ്യന ലഹും, അവർക്ക് വ്യക്തമായപ്പോൾ. എപ്പോൾ വ്യക്തമായി? ഖബല ദുഖൂലിഹിം മക്കത്ത, അവർ മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ അവർക്ക് വ്യക്തമായി. അന്ന ദാലിക്കൽ ഖബറ, അവർക്ക് എത്തിയ ആ വാർത്ത എന്താണ്? കാദിബുൻ, കളവാണ് എന്നവർക്ക് വ്യക്തമായപ്പോൾ. റജഅ മിൻഹും, അവരിൽ നിന്നും മടങ്ങി. മൻ റജഅ, അതായത് മടങ്ങിപ്പോയതെല്ലാം മടങ്ങി. എവിടേക്ക് മടങ്ങി? ഇലൽ ഹബശ, ഹബശയിലേക്ക് തന്നെ മടങ്ങി. ചില ആളുകൾ മുസ്ലിമായെന്ന് കേട്ടപ്പോൾ അവർ മക്കയിലേക്ക് വന്നിരുന്നു. പക്ഷേ ഈ വാർത്ത എന്താണ്? കളവാണെന്നറിഞ്ഞപ്പോൾ അവർ ഹബശയിലേക്ക് മടങ്ങി. വലം യദ്ഖുൽ മക്കത്ത, പക്ഷേ മക്കയിൽ പ്രവേശിച്ചില്ല. മിൻഹും, അവരിൽ നിന്നും. ഇല്ലാ മുസ്തഖ്ഫിൻ, രഹസ്യമായി പ്രവേശിച്ചവരല്ലാതെ. ഔമൻ ദഖല, അല്ലെങ്കിൽ ആര്? ഔമൻ ദഖല ഫി ജിവാജ് റജുൽ മിൻ ഖുറൈശിൻ, അല്ലെങ്കിൽ ഖുറൈശികളിൽ നിന്നും ഉള്ള ആളുടെ സഹായത്തിൽ പ്രവേശിച്ച ആളല്ലാതെ മറ്റാരും പ്രവേശിച്ചില്ല. ആകെ പ്രവേശിച്ചത് ആര് മാത്രമാണ്? ഒന്നെങ്കിൽ രഹസ്യമായി മക്കയിലേക്ക് കയറിയവർ, അല്ലെങ്കിൽ ഒരു ഖുറൈശിയുടെ സഹായത്തിൽ കയറിയവർ, അവർ മാത്രമാണ് മക്കയിലേക്ക് പോയത്. ബാക്കിയുള്ളവരൊക്കെ ഹബശയിലേക്ക് തന്നെ തിരിച്ചുപോയി. സുമ്മസ്തദ്ദ അലൈഹിം, പിന്നെ അവർക്ക് മേൽ പ്രയാസമായി. വഅല ബക്കിയത്തിൽ മുസ്ലിമീന, ബാക്കിയുള്ള മുസ്ലിങ്ങളുടെ മേലും പ്രയാസമായി. അൽ ബലാഉ, പല വിപത്തുകളും. വൽ അദാബു, പല ശിക്ഷകളും. മിൻ ഖുറൈശികളുടെ ഭാഗത്തു നിന്നും. അല്ലേ? ഇപ്പോൾ ബിലാൽ കഥയൊക്കെ അറിയില്ലേ? വലിച്ചു വെച്ചുകൊണ്ട് പാറക്കല്ല് നെഞ്ചിൽ കയറ്റിയിട്ടായിരുന്നു ബിലാൽ ആക്രമിച്ചിരുന്നു എന്നാണ്. അപ്പോൾ പല രീതിയിലും മുസ്ലിങ്ങൾക്ക് അക്രമങ്ങളുണ്ടായിരുന്നു. അമ്മാർ റളിയല്ലാഹുവിൻ്റെ കഥകൾക്ക് നിങ്ങൾ അറിയില്ലേ? സുമയ്യ ബീവിൻ്റെ കഥകൾ എല്ലാം അറിയുമെന്ന് വിചാരിക്കുന്നു. വഹുന അഷാർ റസൂൽ, ഈ സമയത്താണ് റസൂൽ സൂചിപ്പിച്ചത് അൽ അസ്ഹാബിഹി, തൻ്റെ സഹാബാക്കളോട്. എന്ത്? ബിൽ ഹിജ്റത്തി ഇലൽ ഹബശ, ഹബശയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടിയിട്ട്. മറത്തൻ ഉഖ്റ, ഒരു വട്ടം കൂടി. അല്ലേ? ഒരു വട്ടം കൂടി എന്താകണം? നിങ്ങൾ ഹബശയിലേക്ക് ഹിജ്റ പോകണമെന്ന് റസൂൽ സൂചിപ്പിച്ചു. വഫി ഹാദിഹിൽ മറത്തി,
ഈ പ്രാവശ്യം ഹാജറ ഹിജ്റ പോയി സലാസത്തും വസമാനൂന റജുലൻ 83 പുരുഷന്മാരും വസമാനിയ അശറത്ത് ഇമ്രാത്തൻ 18 സ്ത്രീകളും എന്തായി ഹിജ്റ പോയി. ഫീഹിം അവരിലുണ്ടായിരുന്നു ജഅഫർ ഇബ്നു അബീ ത്വാലിബ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് എന്തായിരുന്നു? അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. കൃത്യമായ അർത്ഥങ്ങളെല്ലാം നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.